അങ്ങനെയുള്ള ചില തള്ളുകുട്ടകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം, ഞങ്ങൾക്ക് രണ്ടുപേരും ഇല്ലാതെ പറ്റില്ല എന്നുള്ളത്. അത്രയധികം നമ്മൾ പറയില്ലേ, അത്രയേറെ ഹൃദയത്തിൽ ചേർത്ത് വെക്കപ്പെട്ട ബന്ധമാണ് രണ്ടുപേരുടെ. അപ്പോൾ അത്രയും പ്രഹസനങ്ങൾ കാണിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് പറ്റുന്ന കോംപ്രമൈസ്. അങ്ങനെ നമ്മുടെ സീമ വിനീതും നിശാന്തും വീണ്ടും ഒന്നിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. സീമ ആരാണെന്ന് ഞാൻ ആർക്കും പറഞ്ഞതിന്റെ ആവശ്യമില്ലല്ലോ അല്ലെ. സോഷ്യൽ മീഡിയയിൽ ഏറെ ആരാധകരുള്ള സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് പുള്ളിക്കാരി. ഇൻഫ്ലുവൻസറായും ആക്ടിവിസ്റ്റായും മോഡലും ഒക്കെ ആയി തെളിഞ്ഞു നിൽക്കുന്ന സീമ കേരളം ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു ട്രാൻസ്ജെൻഡറും കൂടിയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ സീമയെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഓർക്കുന്നുണ്ടാകുമെന്ന് കരുതുന്നു. ഞാനും നിശാന്തും പിരിയാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു നീണ്ട കുറിപ്പ് ഇൻസ്റ്റാഗ്രാമിൽ സീമ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ അന്ന് വീഡിയോ ചെയ്തത്. നിശാന്തിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളായിരുന്നു അന്ന് സീമ കുറിപ്പിൽ എഴുതി പിടിപ്പിച്ചിരുന്നത്. ഞാൻ ആ കുറിപ്പ് സൈഡ് കാണിക്കാം. നിശാന്തിനൊപ്പം ജീവിക്കാൻ എടുത്ത തീരുമാനം തെറ്റായിരുന്നു. ഞങ്ങൾക്ക് ഒരിക്കലും യോജിച്ചു പോകാൻ കഴിയില്ല. കുറഞ്ഞ കാലയളവിൽ തന്നെ ഒരുപാട് അനുഭവിച്ചു. നിശാന്തിൽ നിന്നും യാതൊരു പരിഗണനയും റെസ്പെക്റ്റും കിട്ടിയില്ല എന്ന് മാത്രമല്ല, അവഗണനയും ജെൻഡർ അധിക്ഷേപവും വ്യക്തിഹത്യയും ഒക്കെ ഏറ്റുവാങ്ങേണ്ടി വന്നു. മനസമാധാനത്തോടെ ഉറങ്ങിയിട്ട് ഒരുപാട് കാലമായി. ആത്മഹത്യ ചെയ്യാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ പോകുന്ന സീമയുടെ കുറിപ്പ്. ഇത്രയും കാലം മാതൃകാ ദമ്പതിമാരായിട്ട് അഭിനയിക്കായിരുന്നു, ഇനി അതിന് വയ്യ എന്നും കൂടി സീമ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ വായിക്കുന്ന ഒരാൾക്ക് എന്താ തോന്നുക? പാവം സീമ ഒരുപാട് അനുഭവിച്ചു. എല്ലാ ട്രാൻസ്ജെൻഡേഴ്സിനും അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെയാണ്. പാവങ്ങൾ. എനിക്കും അങ്ങനെയൊക്കെയാണ് തോന്നിയത്. പക്ഷേ മുമ്പും സീമ നിശാന്തിനെതിരെ ഇതുപോലെ കുറിപ്പ് എഴുതിയിട്ടുണ്ടായിരുന്നു എന്നും പിന്നീട് അത് പിൻവലിക്കുകയായിരുന്നു എന്നുമുള്ള കാര്യം കൂടി നമ്മൾ പരിഗണിക്കണമായിരുന്നു. ഇത്തവണയും അത് തന്നെ ആവർത്തിച്ചു. ഈ കുറിപ്പും സീമ പിൻവലിച്ചു എന്ന് മാത്രമല്ല, നിശാന്തിനൊപ്പമുള്ള ഒരുപാട് ഫോട്ടോകൾ ഇൻസ്റ്റയിൽ ഷെയർ ചെയ്യുകയും ചെയ്തു. ഇതോടെന്തായി, ഒരുപാട് പേർക്ക് സീമയിലുള്ള വിശ്വാസം അങ്ങ് നഷ്ടമായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. സ്വാഭാവികം. ഇടയ്ക്കിടെ ഇങ്ങനെ അയ്യോ അമ്മേ എന്നും പറഞ്ഞ് വിക്ടിം കാർഡ് ഇറക്കി ഓരോ പോസ്റ്റുകൾ ഇടുകയും പിന്നീട് അതെല്ലാം ഡിലീറ്റ് ആക്കി ഞങ്ങൾ വീണ്ടും ഒന്നിച്ച് എന്നും പറഞ്ഞ് കുറെ ഫോട്ടോകൾ ഷെയർ ചെയ്യുകയും ചെയ്താൽ കാണുന്ന ആർക്കാരും ദേഷ്യം വരും, വിശ്വാസവും നഷ്ടപ്പെടും. എന്തായാലും എന്തുകൊണ്ടാണ് താൻ ഇങ്ങനെ ചെയ്തത് എന്നതിനുള്ള വിശദീകരണവുമായി സീമ രംഗത്ത് വന്നിട്ടുണ്ട്. നമുക്ക് സീമയ്ക്ക് എന്താണ് പറയാനുള്ളത് കേട്ടോക്കാം. നിങ്ങൾ പിരിയാൻ പോകുന്നു എന്നുള്ളൊരു അപ്ഡേഷൻ സാമൂഹ്യ മാധ്യമത്തിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊരു കുറ്റബോധം തോന്നിയിട്ടുണ്ടായിരുന്നു? കാരണം വേണ്ടായിരുന്നു, എടുത്തുചാട്ടമായി പോയി എന്നുള്ളത് ഇപ്പൊ എനിക്ക് തോന്നാറുണ്ട്. കാരണം അത് നമ്മൾ എന്ത് കാര്യവും വളരെയധികം ആലോചിച്ച് നമ്മൾ കിട്ടുന്ന എന്തും കൊണ്ടത് സോഷ്യൽ മീഡിയയിലിട്ട് മറ്റുള്ളവർക്ക് സംസാരിക്കാനായിട്ട് അവസരം കൊടുക്കാതെ നമുക്ക് കുറച്ച് ചിന്തിച്ച്, അതെന്റെ സുഹൃത്തുക്കളായാലും പറഞ്ഞിട്ടുണ്ട്, കുറച്ച് ചിന്തിച്ച് ആലോചിച്ച് വേണം തീരുമാനം എടുക്കാൻ. പക്ഷെ ശരി, ഇപ്പോഴെങ്കിലും അങ്ങനെ തോന്നിയല്ലോ, ഭാഗ്യം. ഇനി മേലാൽ ഇമാതിരി പരിപാടി ആവർത്തിക്കരുത്. വെറുതെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കരുത്. നിങ്ങൾക്കിടയിൽ വലിയ സൗന്ദര്യ പിണക്കമോ മറ്റും ഉണ്ടെങ്കിൽ അത് പരസ്പരം പറഞ്ഞു തീർത്തോളണം. അല്ലാണ്ട് നേരെ ഇൻസ്റ്റാഗ്രാം എടുത്ത് വായി തോന്നിയതൊന്നും എഴുതി പിടിപ്പിക്കാൻ നിൽക്കരുത്. കുറച്ചുകൂടെ പക്വത കാണിക്കണം പ്ലീസ്. നിങ്ങളെ സ്നേഹിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. വെറുതെ എന്തിനാണ് നിങ്ങളായിട്ട് എല്ലാവരും വെറുപ്പിക്കാൻ നിൽക്കുന്നത്? നിങ്ങളിങ്ങനെ ഇടയ്ക്കിടെ മാറ്റി പറഞ്ഞത് കൊണ്ട് ഇനിയിപ്പോ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായാൽ പോലും ഇനി ആരും അത് പെട്ടെന്ന് വിശ്വസിക്കില്ല. മറ്റേ പുലി വരുന്നേ എന്നുള്ള കഥ കേട്ടില്ലേ, ആ അവസ്ഥയാകും. വെറുതെ അതിന് നിൽക്കണ്ട. എന്തായാലും ബാക്കി പറഞ്ഞ പ്രണയവും വിവാഹവും എന്ന് പറയുമ്പോഴത്തേക്ക്, വിവാഹം എന്നുള്ള രീതിയിൽ നമുക്കൊരു ചെറിയ രീതിയിലൊരു ഫംഗ്ഷൻ നടത്തണമെന്ന് ആൾക്കാർക്കും അതുപോലെ തന്നെ ഫാമിലിക്കും ആഗ്രഹമുള്ളതാണ്. നമ്മളത് സമ്മതിച്ച കാര്യമാണ്. ഡേറ്റും ഏകദേശം ഫിക്സ് ആയിട്ടുണ്ട്. ജൂലൈയിലാണ് മാരേജ് ചെയ്യാനായിട്ട് പോകും. ഹമ്പടി ജിഞ്ചിൻ ചാക്കടി ഇതിനിടയിൽ ഡേറ്റും ഫിക്സ് ആക്കിയോ? കൊള്ളാം, വിശ്വസിക്കാലോ അല്ലെ? അതോ ഇനി ഇതും മാറ്റി പറയോ? അല്ല, സീമയുടെ കാര്യമായോണ്ടൊന്നും പറയാൻ പറ്റൂല. ഈ കല്യാണത്തിന് ക്ഷണം കിട്ടിയവരൊക്കെ കല്യാണത്തിന് അന്ന് രാവിലെ സീമയുടെ ഇൻസ്റ്റാ അക്കൗണ്ട് ഒന്ന് ചെക്ക് ചെയ്തിട്ട് കല്യാണത്തിന് പോയാൽ മതി എന്നാണ് എന്റെ അഭിപ്രായം. പുതിയ കുറിപ്പ് വല്ലതും ഇറങ്ങിയോ ഇല്ലേ എന്ന് നോക്കുന്നതാണ് നല്ലത്. വെറുതെ എന്തിനാണ് വണ്ടിക്കൂലി കളയണത്? ബാക്കിയാണ് നോക്കാം. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തും ഉള്ള പോലെ ചെറിയ ഒരു അങ്ങോട്ട് എന്താ പറയാ, നമ്മൾ സ്വര ചേർച്ചയില്ലായ്മകളും അതൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ ചിലപ്പോഴൊക്കെ ഞാനിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ റിയാക്ട് ചെയ്ത ഒരാളാണ്. അതെനിക്ക് ചിലപ്പോൾ നെഗറ്റീവായിട്ടും തോന്നാറുണ്ട്, ചിലപ്പോൾ നല്ലതായിട്ടും തോന്നാറുണ്ട്. കാര്യങ്ങളും സിറ്റുവേഷൻസും മനസ്സിലാക്കാതെ പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. എന്ത് കണ്ടു കഴിഞ്ഞാലും നമ്മൾ ഓവറായിട്ട് പ്രതികരിക്കുന്നതും അത്ര നല്ല കാര്യമല്ല എന്ന് ചില സമയങ്ങളിൽ എനിക്ക് തോന്നാറുണ്ട്. ഉണ്ടല്ലേ? നല്ല കാര്യം. വീണ്ടും വിചാരം എപ്പോഴും നല്ലതാണ്. ഇനി ഇതുപോലെ ആളെ പറ്റിക്കുന്ന പരിപാടി കാണിക്കുമ്പോൾ ഇപ്പൊ നിങ്ങൾ പറഞ്ഞതെല്ലാം ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്. എത്ര വലിയ എടുത്തുചാട്ടമാണെന്ന് പറഞ്ഞാലും ഇതൊക്കെ కొంచెం ഓവറാണ്. എല്ലായിടത്തും ഉള്ളതുപോലെ ചെറിയ ചെറിയ സ്വരച്ചേർച്ചകൾ ഞങ്ങൾക്കിടയിലും ഉണ്ട് എന്നല്ലേ സീമ പറഞ്ഞത്. പക്ഷെ സീമയുടെ കുറിപ്പ് വായിച്ച് നോക്കി കഴിഞ്ഞാണെങ്കിൽ ചെറിയ സ്വരച്ചേർച്ച ആയിട്ടല്ലോ തോന്നാം. നിങ്ങൾ തമ്മിൽ ഒട്ടും ചേർന്ന് പോകില്ല എന്നാണ് തോന്നുന്നത്. ഇതിപ്പോ ഒരു തവണ ആണെങ്കിൽ പോട്ടെന്ന് വെക്കാം. ഇതിങ്ങനെ വീണ്ടും ആവർത്തിക്കല്ലേ? നിങ്ങളും നിശാന്തും തമ്മിൽ ഭാവിയിൽ ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ ദയവ് ചെയ്ത് ഇൻസ്റ്റാഗ്രാമിൽ വന്ന് പോസ്റ്റ് ഇടരുത്. അത്രേ എനിക്ക് പറയാനുള്ളൂ. ബാക്കിയാണ് നോക്കാം. അങ്ങനെയുള്ള ചില തള്ളുകുട്ടകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം, ഞങ്ങൾക്ക് രണ്ടുപേരും ഇല്ലാതെ പറ്റില്ല എന്നുള്ളത്. അത്രയധികം നമ്മൾ പറയില്ലേ, അത്രയേറെ ഹൃദയത്തിൽ ചേർത്ത് വെക്കപ്പെട്ട ബന്ധമാണ് രണ്ടുപേരുടെ.
ആണല്ലേ, എന്തായാലും പറഞ്ഞു നന്നായി. അല്ല, നിങ്ങളെ കുറിപ്പ് വായിച്ചപ്പോ ഹൃദയത്തിൽ ചേർത്ത് വെച്ച ബന്ധമായിട്ടല്ല തോന്നിയത്, എടങ്ങാറിന്റെ കോടാലെടുത്ത് തലയിൽ വെച്ച പോലെയാണ് തോന്നിയത്. അങ്ങനെയാണല്ലോ എഴുതി വെച്ചിരിക്കുന്നത്. മാതൃകാ ദമ്പതിമാരായിട്ട് അഭിനയിച്ച് മടുത്തു എന്നൊക്കെ പറഞ്ഞ ആളാണ്. എന്തോ ബാക്കി നോക്കാം. ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ചെറുതായിട്ടൊരു എടുത്തുചാട്ടമുണ്ട്, പുള്ളിക്കാരനും ചെറിയൊരു എടുത്തുചാട്ടമുണ്ട്. അപ്പോൾ കഴിഞ്ഞ നമ്മള് പെട്ടെന്നുള്ള ഒരു എടുത്തുചാട്ടമായി പോയി എന്നൊക്കെ എനിക്ക് ഇങ്ങനെ തോന്നാറുണ്ട്. പക്ഷെ അത് കഴിഞ്ഞ് വിത്തിൻ ഹവേഴ്സ് ആകുമ്പോഴത്തേക്കാണ് നമ്മൾ റിയലൈസ് ചെയ്യുന്നത്. നമ്മൾ പറയില്ലേ, നമ്മൾ എന്ത് കാര്യം, നമ്മളിപ്പോൾ ഒരു സൂയിസൈഡ് ചെയ്യാൻ പോകുന്ന ഒരു വ്യക്തിയാണെങ്കിലും അത് ഒരു 2 മിനിറ്റ് നമ്മൾ ഇരുന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും അത് ചെയ്യാൻ സാധിക്കില്ല. പക്ഷെ ആ ഒരു മൊമെന്റിന് നമുക്ക് ചിലപ്പോൾ അത് ബ്രേക്ക് ചെയ്യാൻ ആൾക്കാരില്ലാത്തടത്തോളം കാലം നമ്മളെ എന്താ പറയുക, നമ്മളെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ, നമുക്കൊന്ന് ഇരുന്ന് പറഞ്ഞു തരാനുള്ള ആൾക്കാരുണ്ടാവണം. പക്ഷെ എനിക്കങ്ങനെ വളരെയധികം ക്ലോസ്ഡ് ആയിട്ടുള്ള അങ്ങനെ പറഞ്ഞു തരാനുള്ളത്, അല്ലെങ്കിൽ ഇങ്ങനെയാണ്, ഇതിങ്ങനെ വേണം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചിന്തിച്ച് വേണം ചെയ്യാൻ, അങ്ങനെയില്ല. ഞാനാണ് എനിക്കുള്ള തീരുമാനങ്ങളൊക്കെ ഇന്നുവരെ ഞാനാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, ജീവിതത്തിൽ ഗൈഡ് ചെയ്യാൻ ആരും ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നാണ് സീമ പറഞ്ഞത്. അത് കഴിഞ്ഞ ഉടനെ തന്നെ എന്റെ കാര്യങ്ങളെല്ലാം ഞാൻ തന്നെയാണ് തീരുമാനിക്കുന്നതെന്ന് സീമ പറയുന്നുണ്ട്. ഈ പറഞ്ഞ 2 കാര്യങ്ങളും തമ്മിൽ ഒട്ടും ചേരുന്നില്ലല്ലോ. ഇനിയിപ്പോ ഗൈഡ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ സീമ ഒരു തീരുമാനം എടുത്താൽ അതുമായി മുന്നോട്ട് പോവുക എന്നല്ലാതെ വേറെ ആര് പറഞ്ഞാലും ചെവി കൊള്ളാൻ പോണില്ല എന്നാണ് സീമയുടെ ക്യാരക്ടറിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇവരുടെ ലേറ്റസ്റ്റ് ഫോട്ടോ കാർഡിൽ വന്ന 1-2 കമന്റ്സ് ഞാൻ വായിച്ചു തരാം. ഇനി വഴിക്കടിക്കുമ്പോൾ ഇൻസ്റ്റ ഓപ്പൺ ആകരുത്, ആലോചിക്കുന്നുണ്ട്. ചേച്ചി ഇനി 2 തല്ല് കൂടിയാൽ ഫോൺ തൊട്ടു പോകരുത്, ഫോൺ എടുത്താൽ FB ഇൻസ്റ്റ തുറക്കരുത്, ബെസ്റ്റ് വിഷസ് ഡിയർ. അത് ചിലപ്പോൾ എടുത്തു പോകും, കാരണം എല്ലായ്പ്പോഴും നിങ്ങളോടൊക്കെ ആണല്ലോ എല്ലാം പറയാനുള്ളത്. അടിപൊളി, നിങ്ങളോടൊക്കെയാണ് എല്ലാം പറയാനുള്ളത് എന്നും പറഞ്ഞ് ഇനിയും ഇതുപോലുള്ള കുറിപ്പിടാനാണ് ഭാവമെങ്കിൽ ഇപ്പൊ ഈ കാണുന്ന സപ്പോർട്ടൊന്നും സീമ പ്രതീക്ഷിക്കേണ്ട എന്ന് എനിക്ക് പറയാനുള്ളൂ. നിങ്ങളുടെ ദാമ്പത്യത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് സോഷ്യൽ മീഡിയയിൽ വന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല. പറയാം എപ്പോ നിങ്ങൾ തമ്മിൽ ഒഫീഷ്യലി ഡിവോഴ്സ് ആവുകയാണെങ്കിൽ അത് നിങ്ങളെ ഫോളോവേഴ്സിനെ അറിയിക്കാം, ഒരു കുഴപ്പമില്ല. അതല്ലാണ്ട് ഇങ്ങനെ തോണ്ടിയതിനും പിച്ചതിനും ഒക്കെ കുറിപ്പ് ചെയ്തിടുന്നത് ഭയങ്കര ബോർ പരിപാടിയാണ്. എന്തായാലും ഇനി ഗൈഡൻസ് തരാൻ ആരും ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് മാത്രം പറയരുത്. കാരണം ഇത്തവണ കുറിപ്പ് എഴുതിയിട്ട് പിൻവലിച്ചതിന് ശേഷം ഒരുപാട് ആളുകളിൽ നിന്നും സീമക്ക് ഉപദേശം കിട്ടിയിട്ടുണ്ടാകും. സോ ഇനി ഭാവിയിൽ എടുത്തു ചാടുന്ന സമയത്ത് അതൊക്കെ ഓർക്കുന്നത് നല്ലതാണ്. ബാക്കിയോട് കേട്ടോക്കാം. അപ്പൊ ചില തീരുമാനങ്ങളൊക്കെ തെറ്റിപ്പോകാറുണ്ട്. പക്ഷെ ചില എടുത്ത തീരുമാനങ്ങൾ എനിക്ക് വേണ്ടായിരുന്നു എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അത് ചില വ്യക്തിബന്ധങ്ങളിലായാലും അല്ലെങ്കിൽ എൻ്റെ വേറുള്ള കാര്യങ്ങളായാലും എനിക്കിങ്ങനെ തോന്നാറുണ്ട്, അത് വേണ്ടായിരുന്നു. ചിലപ്പോൾ നമ്മളൊന്ന് അവരുടെ തെറ്റുകൾ ചിലപ്പോൾ നമ്മൾ 1 തവണയോ അല്ലെങ്കിൽ 2 തവണയോ ക്ഷമിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് വളരെയധികം ഷോർട്ട് പീരീഡാണ്. കുറച്ച് വർഷങ്ങൾ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു 10 വർഷം അല്ലെങ്കിൽ 20 വർഷം കൂടി നമുക്ക് ഇങ്ങനെ ഒരു സ്റ്റെബിലിറ്റിയിൽ പോകാൻ പറ്റും. അത് കഴിഞ്ഞ് നമ്മൾ എന്താ പറയുക, നമ്മൾ വേറുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകാം. അപ്പം നമുക്ക് പോകാൻ പറ്റും, നമുക്കൊന്ന് 1 തവണയോ അല്ലെങ്കിൽ 2 തവണയോ നമുക്ക് പരസ്പരം തെറ്റുകൾ ക്ഷമിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വളരെ സക്സസ്ഫുൾ ആയിട്ട് പോകാൻ പറ്റുമെന്നാണ്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എന്തായാലും സീമ തന്നെ തെറ്റ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഒരിക്കലും താൻ ചെയ്ത തെറ്റിനെ അവൾ ന്യായീകരിച്ചിട്ടില്ല, തെറ്റ് ഏറ്റുപറയുകയാണ് ചെയ്തത്. അതിനൊരു അപ്രിസിയേഷൻ സീമ അർഹിക്കുന്നുണ്ട്. എന്തായാലും സീമക്കും നിശാന്തിനും നല്ലൊരു ദാമ്പത്യ ജീവിതം ആശംസിക്കുകയാണ്. ഒരു ട്രാൻസ്ജെൻഡർ കുടുംബവും കുട്ടികളും ഒക്കെയായി സമൂഹത്തിന് മുന്നിൽ തല ഉയർത്തി ജീവിക്കുക എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമുള്ള കാര്യമാണ്. സീമക്ക് അതിന് സാധിക്കട്ടെ, എല്ലാവർക്കും മാതൃകയാവാൻ കഴിയട്ടെ. ട്രാൻസ്ജെൻഡറിനെ കുറിച്ചുള്ള സമൂഹത്തിന്റെ തെറ്റിദ്ധാരണകൾ പൊളിച്ചെഴുതാൻ കഴിയട്ടെ. അതിന് ഈ എടുത്തുചാട്ടം ഒക്കെ ഒന്ന് ഒഴിവാക്കണമെന്ന് മാത്രം. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. പുറത്തൊരു ടോപ്പിക് വീണ്ടും കാണാം. ബൈ.